പണ്ട് പണ്ടൊരു കാട്ടിൽ നദിയുടെ കരയിലായി ഒരു ആപ്പിൾമരമുണ്ടായിരുന്നു. ആപ്പിൾമരത്തിലായിരുന്നു ഒരു കുരങ്ങൻ ജീവിച്ചിരുന്നത്. ആപ്പിൾമരത്തിൽ നിന്ന് ആപ്പിളുകളും ഭക്ഷിച്ച് അവൻ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു മുതല അതുവഴി വന്നു. അവൻ ആഹാരം അന്വേഷിച്ച് ഒരുപാട് അലഞ്ഞു. ഒടുവിൽ ആപ്പിൾമരത്തിലിരിക്കുന്ന കുരങ്ങനെ കണ്ടു. കുരങ്ങനെ കണ്ടതും മുതല പറഞ്ഞു, സുഹൃത്തേ, ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ നന്നായിരുന്നു. ഇതു കേട്ട് ദയതോന്നിയ കുരങ്ങൻ ആപ്പിൾമരത്തിൽ നിന്ന് കുറച്ച് ആപ്പിളുകൾ പറിച്ച് മുതലക്ക് നൽകി. മുതല അതെല്ലാം വളരെ സ്വാദോടെ കഴിച്ചു. വിശന്നുവലഞ്ഞ തനിക്ക് ആഹാരം നൽകിയ കുരങ്ങനുമായി മുതല വളരെ വേഗം സൗഹൃദത്തിലായി. ദിവസവും മുതല കുരങ്ങനെ കാണാൻ ആപ്പിൾമരത്തിന് ചുവട്ടിൽ എത്തുമായിരുന്നു. അവർ ആപ്പിൾമരത്തിലെ സ്വാദുള്ള ആപ്പിളുകളും കഴിച്ച് സംസാരിച്ചിരിക്കുക പതിവായി. നല്ലവനായ കുരങ്ങൻ മുതലയുടെ ഭാര്യയ്ക്കു വേണ്ടിയും ആപ്പിളുകൾ നൽകുക പതിവായി. മുതലയുടെ ഭാര്യയ്ക്കും ആപ്പിൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. അവൾ എന്നും തന്റെ ഭർത്താവ് കൊണ്ടുവരുന്ന ആപ്പിളിനായി കാത്തിരിക്കും. ഒരു ദിവസം അവൾ വിചാരിച്ചു, ആപ്പിളിനിത്രയും രുചിയാണെങ്കിൽ ആപ്പിളുകൾ മാത്രം കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എന്ത് രുചിയായിരിക്കും. ഇതെല്ലാം മനസ്സിലൊളിപ്പിച്ച് കുരങ്ങനെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ അവൾ മുതലയോട് ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ സുഹൃത്തിനെ വീട്ടിലേക്ക് ക്ഷണിച്ചാലുണ്ടാകാവുന്ന അപകടം ഓർത്ത് മുതല അതിന് തയ്യാറായില്ല. എങ്ങനെയും കുരങ്ങനെ വീട്ടിൽ എത്തിക്കാനായി മുതലയുടെ ഭാര്യ ഒരു പദ്ധതി തയ്യാറാക്കി. അതിനായി അവൾ ഒരു രോഗിയായി നടിച്ചു. അതിനുശേഷം ഒരു കുരങ്ങന്റെ ഹൃദയം ഭക്ഷിച്ചാൽ മാത്രമേ തന്റെ അസുഖം ഭേദമാവുകയുള്ളൂ എന്ന് വൈദ്യൻ പറഞ്ഞതായി തന്റെ ഭർത്താവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് തന്റെ ജീവൻ രക്ഷിക്കാൻ കുരങ്ങന്റെ ഹൃദയം കൊണ്ടുവരാൻ അവൾ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. ഒടുവിൽ കുരങ്ങനെ കൊണ്ടുവരാൻ തന്നെ മുതല തീരുമാനിച്ചു. അതിനായി കുരങ്ങനെ മുതല വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞാൻ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് വരുന്നത്? ഇതു കേട്ട മുതല പറഞ്ഞു, അതിനാണോ വിഷമം? നീ എന്റെ പുറത്തു കയറിക്കോളൂ, ഞാൻ അക്കരെ എത്തിക്കാം. ഇതു കേട്ടതും കുരങ്ങൻ മുതലയുടെ പുറത്തു കയറി അക്കരയ്ക്ക് യാത്രയായി. അവൻ നദിയിലെ കാഴ്ചകളും കണ്ട് അങ്ങനെ ഇരുന്നു. നദിയുടെ മധ്യത്തിൽ എത്തിയപ്പോൾ മുതല കരുതി, ഇനി എന്തായാലും കുരങ്ങന് തിരിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ട് സത്യം പറയാം. മുതല കുരങ്ങനോട് പറഞ്ഞു, സുഹൃത്തേ, എന്റെ ഭാര്യയ്ക്ക് അസുഖമാണ്. ഒരു കുരങ്ങന്റെ ഹൃദയം ഭക്ഷിച്ചാൽ മാത്രമേ അസുഖം ഭേദമാകൂ. നിന്നെ അതിനു വേണ്ടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇതു കേട്ട കുരങ്ങൻ ഞെട്ടിപ്പോയി. അവൻ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. പക്ഷേ അവർ തന്റെ ധൈര്യം കൈവിടാതെ ചിന്തിച്ചു. പെട്ടെന്ന് തന്നെ ഒരു ഉപായം കണ്ടെത്തി. എന്നിട്ട് മുതലയോട് ഇപ്രകാരം പറഞ്ഞു, നീ എന്തൊരു മണ്ടനാണ്. ഇതിനാണോ എന്നെ കൊണ്ടുപോകുന്നത്? നിന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. പക്ഷേ എന്റെ ഹൃദയം ഞാൻ ആപ്പിൾമരത്തിലെ പൊത്തിൽ വച്ചിരിക്കുകയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. എത്രയും വേഗം മടങ്ങി ഹൃദയവുമായി തിരിച്ചു വരാം. ഇതുകേട്ട മുതല വളരെയധികം സന്തോഷിച്ചു. ഒരു മടിയും കൂടാതെ തന്റെ ഹൃദയം നൽകാൻ മാത്രം ദയയുള്ളവനാണല്ലോ തന്റെ സുഹൃത്ത്. ഇങ്ങനെ കരുതി മുതല കഴിയുന്നതും വേഗത്തിൽ തിരിച്ചു നീന്തി. ആപ്പിൾമരത്തിന്റെ ചുവട്ടിൽ എത്തിയതും കുരങ്ങൻ ഒറ്റച്ചാട്ടത്തിന് മരത്തിൽ കയറി. എന്നിട്ട് ഹൃദയം പ്രതീക്ഷിച്ചു നിന്ന മുതലയോട് ഇപ്രകാരം പറഞ്ഞു, ഭാര്യയുടെ വാക്കുകേട്ട് സ്വന്തം സുഹൃത്തിനെ അപായപ്പെടുത്താൻ തുനിഞ്ഞ നീ എന്തൊരു മണ്ടനാണ്. ദുഷ്ടയായ നിന്റെ ഭാര്യയോട് പറയൂ, അവളുടെ ഭർത്താവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയെന്ന്. ഗുണപാഠം: നമ്മുടെ മനസാന്നിധ്യവും ബുദ്ധിസാമർഥ്യവും കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാൻ സാധിക്കുന്നതാണ്.